ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. ശ്വാസം അവസാനിക്കുമ്പോൾ ജീവിതം അവസാനിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു. വെൽക്കം ടു ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത്വെൽ ചലഞ്ച്. നമ്മൾ ഡീപ്പായി ശ്വസിക്കുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ സ്ട്രെസ് കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നു. മനസ്സിന് കാംനെസ്സും ശരീരത്തിന് റിലാക്സേഷനും കിട്ടുന്നു. ശാസ്ത്രം പറയുന്നു, ഡീപ്പായും സ്ലോയായും റിതമിക്കായും ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളുടെ കോർട്ടിസോളിൻ്റെ ലെവൽ, അതായത് സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കുറയുന്നു. സ്ട്രെസ് കുറയുന്നു. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർദ്ധിക്കുന്നു. ഇന്ന് നമുക്ക് ഡീപ്പായിട്ട് സ്ലോ ആയിട്ട് റിതമിക്കായിട്ടുള്ള നാഡീശോധന ബ്രീത്തിങ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. പ്രധാന ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഏർലി മോർണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കൈകളിൽ ശ്രദ്ധിക്കുക. വലത്തെ കൈയിൽ നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വയ്ക്കുക. ബാക്കി 2 വിരൽ, അതായത് നമ്മുടെ ചെറുവിരലും മോതിരവിരലും തള്ളവിരലും 3 വിരൽ നിവർത്തി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു നോസ്ട്രിലൂടെ ശ്വാസം എടുക്കുന്നു, അടുത്ത നോസ്ട്രിലൂടെ ശ്വാസം വിടുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പം ആദ്യം റൈറ്റ് ഹാൻഡാണോ നോക്കുക. നമുക്ക് നമ്മുടെ ചെറുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് അധികം ബലം കൊടുക്കരുത്, ഇങ്ങനെ തള്ളരുത്, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ കുറേ തള്ളിയാൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് നോസ്ട്രിലെ ശ്വാസം എടുക്കുക. അതിന് 2 നോസ്ട്രിലും ക്ലോസ് ചെയ്യുക. ഇതേപോലെ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് നോസ്ട്രിലെ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ടും ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് നോസ്ട്രിലെ ശ്വാസം എടുക്കുക. ശ്വാസം ഹോൾഡ് ചെയ്യുക. 2 നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിലെ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് 2 നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. അതിപ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കൗണ്ടിങ് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൗണ്ടാണോ ഇൻഹേൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ആ കൗണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനും എക്സേൽ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും വീണ്ടും ഇൻഹേൽ ചെയ്യാനും വീണ്ടും ഹോൾഡ് ചെയ്യാനും എക്സേൽ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കൗണ്ട് നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പം നമുക്ക് 1 പ്രാവശ്യം ചെയ്യാം. ഇത് 3 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നമ്മുടെ ചെറുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിലെ നോസ്ട്രിൽ ക്ലോസ് ചെയ്യുന്നു. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. നടു നിവർന്നാണ് നോക്കണം. റൈറ്റ് നോസ്ട്രിൽ ശ്വാസം എടുക്കുന്നു. നിങ്ങളുടെ കൗണ്ട് നിങ്ങൾ നോക്കണം.
പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇത് 3 പ്രാവശ്യം വെച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൗണ്ട് നോക്കി ഡീപ്പായിട്ട്, സ്ലോ ആയിട്ട്, റിതമിക്കായിട്ട് ബ്രീത്തിങ് പ്രാക്ടീസ് തുടങ്ങുക. എല്ലാ ദിവസവും ഇത് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ഒരു കാംനെസ്, നമ്മുടെ ഉള്ളിൽ എനർജി, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർദ്ധിക്കട്ടെ. ഡെയിലി 5 minutes ബ്രെത്ത് വെൽ ചലഞ്ച് പ്രാക്ടീസ് ചെയ്യൂ. ഡീപ് ബ്രീത്ത്. Inhale and slowly exhale. Life is beautiful. Thank you. നാളെ കാണാം.